ഉദ്ഘാടന മേളകൾ നടത്തിയത് മാത്രമാണ് ഗുരുവായൂർ നഗരസഭയുടെ നേട്ടമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്. കേന്ദ്ര പദ്ധതികളാണ് ഗുരുവായൂരിൽ ഏറെയുമെന്നും അജിത് പറഞ്ഞു. കോൺഗ്രസ് മുനിസിപ്പൽ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മോചനയാത്രയുടെ 2ാം ദിവസത്തെ പര്യടനം തിരുവേങ്കിടത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണം എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ കാലഘട്ടത്തിൽ പല ഉദ്ഘാടനങ്ങളുടെ മേളകൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കും ഈ നാട്ടിലെ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും ആവശ്യവും ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്രദമായ എന്തെങ്കിലും നടത്തിക്കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര നഗരങ്ങളുടെ പുണ്യഭൂമിയായ ദേവഭൂമിയായ ഈ പ്രദേശത്ത് കേന്ദ്ര സർക്കാരുകളുടെയും സംസ്ഥാന സർക്കാരുകളുടെയും ഒട്ടനവധി പദ്ധതികൾ. ഇപ്പൊ ഫെലിസിറ്റേഷൻ സെന്ററുകൾ വന്നു. കിഴക്കേ നടയിൽ ഫെലിസിറ്റേഷൻ സെന്റർ വന്നത് പൂർണ്ണമായും അത് പ്രസാദ് പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരിന്റെ 100% ഫണ്ടോടുകൂടിയാണ് ഗുരുവായൂർ കിഴക്കേ നടയിൽ ഫെലിസിറ്റേഷൻ പദ്ധതി പൂർത്തിയാക്കിയത്. അതിൽ സംസ്ഥാന ഭരണകൂടത്തിനും മുനിസിപ്പൽ ഭരണകൂടത്തിനും എന്ത് വിഹിതമാണുള്ളത്, എന്ത് ഉത്തരവാദിത്തമാണുള്ളത്. അതുപോലെ തന്നെ പടിഞ്ഞാറ് നടയിൽ വന്ന ഫെലിസിറ്റേഷൻ സെന്റർ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി വന്ന ഫെലിസിറ്റേഷൻ സെന്ററിൽ 50% മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട്. ബഹുഭൂരിപക്ഷം ഫണ്ടും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ 30% ഫണ്ട് സംസ്ഥാന സർക്കാരും 20% ഫണ്ട് അത് മുനിസിപ്പാലിറ്റിയിട്ടാണ്. അങ്ങനെ കൊട്ടിഘോഷിക്കപ്പെട്ട ആഘോഷങ്ങൾ, കൊട്ടിഘോഷിക്കപ്പെട്ട ഉദ്ഘാടനങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണകൂടത്തിന് എന്ത് പങ്കാണുള്ളത്? നമ്മുടെ ഈ അടുത്ത കാലത്ത് ആരംഭിച്ച നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, എന്താണ് നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ? 5 കോടി രൂപ ലോൺ എടുത്ത് പണിയുന്ന 50 വർഷക്കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന ഗുരുവായൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ആഗസ്റ്റ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ പദ്ധതി എവിടെയാണ്? പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ജില്ലാ സഹകരണ ബാങ്കിന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ പിൻബലത്തോടുകൂടി ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് പണിയാമെന്ന് ആഗ്രഹിച്ച മുനിസിപ്പൽ ഭരണകൂടത്തിന് ജില്ലാ സഹകരണ ബാങ്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ അക്വിസിഷൻ നടന്ന ഭൂമിയുടെ പകർപ്പുകളും ആധാരങ്ങളും ഹാജരാക്കുവാൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല. OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. CA ഗോപപ്രതാപൻ, അരവിന്ദൻ പല്ലത്ത്, R രവികുമാർ, ആന്റോ തോമസ്, BV ജോയ്, KP ഉദയൻ, KPA റഷീദ്, PI ലാസർ, KV ഷാനവാസ്, ബാലൻ വാറനാട്ട്, ശൈലജ ദേവൻ, മേഴ്സി ജോയ്, രേണുക ശങ്കർ, MV രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു.